നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. മലയാള സീരിയലുകൾ വീട്ടമ്മമാർക്കിടയിൽ മാത്രമല്ല, നമ്മുടെ ജെൻസികൾക്കിടയിലും തരംഗമാണ് ഇപ്പോൾ. രസകരമായ ട്രോൾ വീഡിയോകളിലൂടെയും മീമുകളിലൂടെയും സീരിയലുകളുടെ അതിലെ കഥാപാത്രങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമത്തിൽ തരംഗമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അതിൽ സമൂഹ മാധ്യമങ്ങളിൽ എപ്പോഴും സജീവമായി നിൽക്കുന്ന സീരിയൽ കഥാപാത്രമാണ് ചന്ദനമഴ എന്ന സീരിയലിലെ ഊർമിള ദേവി എന്ന കഥാപാത്രം. ഈ കഥാപാത്രത്തിന്റെ വേഷവും നോട്ടവും ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒന്നു തന്നെയാണ്. ചന്ദനമഴ എന്ന സീരിയൽ അവസാനിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഊർമിള ദേവി എന്ന കഥാപാത്രത്തെ ജനം ഇപ്പോഴും മറന്നിട്ടില്ല. വളരെയധികം ജനപ്രീതി ഈ കഥാപാത്രത്തിലൂടെ നടി രൂപശ്രീ നേടിയിട്ടുണ്ട്. വർഷങ്ങൾക്കിപ്പുറം ചന്ദനമഴയിലെ പല സീനുകളെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു. ഇതും അവരിലേക്ക് ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ഇപ്പോഴിതാ തന്നെക്കുറിച്ചുള്ള സീരിയൽ രംഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കും പുതിയ അഭിമുഖത്തിൽ രൂപശ്രീ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. താൻ വളരെ കുറച്ച് ആഭരണങ്ങൾ മാത്രം ധരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നും എന്നാൽ പ്രൊഡ്യൂസറുടെ നിർബന്ധം കാരണമാണ് ചന്ദനമഴ സീരിയലിൽ അത്രയധികം ആഭരണങ്ങൾ ധരിച്ചത് എന്നും രൂപശ്രീ തുറന്നു പറഞ്ഞിട്ടുള്ളത്. താൻ തന്നെയാണ് സീരിയലിന് വേണ്ടിയുള്ള കോസ്റ്റ്യൂം സെലക്ട് ചെയ്തിട്ടുള്ളത്. എടുത്തു കാണിക്കുന്ന തരത്തിൽ ബ്രൈറ്റ് കളറിലുള്ള കോസ്റ്റ്യൂംസും ഹെവി ആയിട്ടുള്ള ആഭരണങ്ങളുമാണ് അവർക്ക് വേണ്ടതെന്ന് രൂപശ്രീ പറയുന്നുണ്ട്. എനിക്ക് ഒരുപാട് ആഭരണങ്ങൾ ധരിക്കുന്നത് ഇഷ്ടമുള്ള ആളല്ല. ഒരു ചെയിൻ മാത്രമാണ് ഞാൻ എപ്പോഴും ധരിക്കാറുള്ളത്. ആ കഥാപാത്രത്തിന് വേണ്ടിയത് അത്രയും ആഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന ഒരു രൂപമായിരുന്നു. അതുപോലെ തന്നെ ഊർമിള ദേവി എല്ലാവരെയും ഭരിക്കുന്ന ടെററായ കഥാപാത്രമാണെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ ഞാൻ വളരെ പാവമാണെന്നും രൂപശ്രീ പറയുന്നുണ്ട്. കണ്ടാലേ പേടി തോന്നും എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്നെ കണ്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ എല്ലാവരോടും മറുപടി പറയുക. ഞാൻ പൊതുവെ സോഫ്റ്റ് ക്യാരക്ടറാണ്. ആരാധകരായ അമ്മമാർ എന്നെ കണ്ടാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്. അങ്ങനെയൊരു സ്നേഹം ലഭിച്ചത് അനുഗ്രഹമാണ്. എല്ലാവർക്കും കിട്ടില്ല അത്. TV മീഡിയ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അടുത്ത വീട്ടിലെ ആൾക്കാരെ പോലെ തോന്നും എല്ലാവരും. 10 മണിക്ക് അവസാന ഷോട്ട് ഡ്രസ്സ് ചേഞ്ച് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരുമെന്നും താരം പറയുന്നുണ്ട്. ഒറ്റ സീൻ മാഡം, പ്ലീസ് മാഡം, ഡ്രസ്സ് ചേഞ്ച് എന്ന് പറയും. എല്ലാ ദിവസവും ഓക്കെ, പക്ഷേ എനിക്ക് സുഖമില്ലാത്ത ദിവസമാണെങ്കിൽ ഭയങ്കരമായി ദേഷ്യം വരും. ഡ്രസ്സും പൊട്ടും ആഭരണങ്ങളും എല്ലാം മാറണം. 2 മിനിറ്റ് അല്ലേ ഉള്ളൂ എന്ന് അവർ പറയും. പക്ഷേ 2 മിനിറ്റ് കൊണ്ട് അത് പറ്റില്ല. സീരിയലുകളിൽ ഡ്രസ്സ് സ്വന്തമായി തന്നെ വാങ്ങണം. എനിക്ക് സ്പോൺസേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല. എല്ലാം എൻ്റെ സ്വന്തം വസ്ത്രങ്ങളായിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത്. ജ്വല്ലറിയും ഞാൻ തന്നെയായിരുന്നു വാങ്ങിയിരുന്നത്. എനിക്ക് മലയാളം ആർട്ടിസ്റ്റുകളെയാണ് കൂടുതലും ഇഷ്ടമെന്നും താരം പറയുന്നുണ്ട്. തമിഴ് സിനിമകൾ പോലും കാണാറില്ല. സമയം കിട്ടുമ്പോൾ മലയാളം സിനിമകൾ കാണാറുണ്ട്. ഒഴിവ് സമയം കിട്ടിയാൽ വീട്ടിലിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. സോഷ്യൽ മീഡിയ അധികം ഉപയോഗിക്കാറില്ല. പൊതുവെ ചന്ദനമഴയിലേതുപോലെ വലിയ ആഭരണങ്ങൾ ഉപയോഗിക്കുന്ന ആളല്ല ഞാൻ. ആ കഥാപാത്രത്തിന് വേണ്ടി മാത്രമാണ് അങ്ങനെ സ്റ്റൈൽ ചെയ്തത് എന്നുമായിരുന്നു രൂപശ്രീ പറഞ്ഞത്.